നമസ്കാരം അച്ചു. നമസ്കാരം. ചായ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ജോലി തിരക്കായിരുന്നു, അതാ. ഏതായി കുട്ടി? റോഡിൽ കിടന്നിരുന്നു. കണ്ടപ്പം വിട്ടുപോരാൻ തോന്നില്ല. ഈ പിള്ളേരുടെ കൂട്ടത്തിൽ അച്ഛൻ ഇവനെയും കൂടെ വളർത്തണം. അത് ഷായ്ക്കറിയാലോ. ഇപ്പൊ തന്നെ ഇവിടെ പിള്ളേർ കൂടുതലാ. നിവൃത്തി ഉണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നെന്ന് മാത്രം. ഇവന് വേണ്ടി വരുന്ന ചെലവിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കണം. അത് ഞാൻ നോക്കണം. സ്പോൺസറായിട്ട് KF ഷാൻ കമ്പനി എന്ന് വെച്ചാൽ മതി. ആയിക്കോട്ടെ. എന്താ മോന്റെ പേര്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മുഖം കണ്ടിട്ട് നല്ല കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. എവിടെ ജനിച്ചിട്ടെന്താ, എല്ലാം ദൈവനിശ്ചയം പോലെ വരൂ. ഞാൻ വരട്ടെ അച്ചു. ശരി, ചെല്ലുമോനെ. അല്ലേ? വരൂ. കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കന്യാമറിയത്തിന്റെ മുന്നിൽ ഞാനെന്ന മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റുള്ളവരെ പോലെയാകാൻ, മനസ്സൊന്ന് നന്നാകാൻ. കാണുന്നവരെല്ലാം എനിക്ക് വെറുപ്പായിരുന്നു. എന്തിന്? എന്നെപ്പോലും. എനിക്കെന്റെ മുഖം നഷ്ടപ്പെടുകയായിരുന്നു. പഴയ വിനു പിന്നീട് ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കുള്ള യാത്ര, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലുകൾ. ഇമാതിരി അഭ്യാസം കൊണ്ട് ഈ ഏരിയ വന്നാലുണ്ടല്ലോ, അടിച്ച് പിരുത്തുകളെ ഞാൻ. അലക്സേ, എന്തായി കാണിക്കുന്നേ? കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ മാഷേ? എത്ര നാളായി കൊണ്ടും കൊടുത്തും ജീവിക്കുക. ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞാൻ പഠിച്ച പഠിപ്പിന് ഈ ജോലി തന്നെ കറക്റ്റ് മാഷേ. എന്താ ഇപ്പൊ ഒരു കാറ്? അലക്സ് അല്ലേ? ഒരു നിമിഷം. വരൂ. എന്താ കാര്യം? അലക്സേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഏതാണ്ട് അങ്ങനെ തന്നെയാ. അഡ്വാൻസ് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നെല്ലാം ഞാൻ പിന്നീട് പറയാം. പറട്ടെ. അലക്സ് മോനെ, ഇവനെ വിശ്വസിക്കരുതേ, സൂക്ഷിക്കണം. പലരെയും പറ്റിച്ചും വെട്ടിച്ചുമാണ് അവൻ ഇവിടം വരെ എത്തിയത്. അതിന് നമുക്കെന്താ? നമുക്ക് കാശ് കിട്ടിയ പോരെ. കാശ് മാത്രമാണോ ജീവിതം എന്ന് പറയുന്നത്? മറ്റു പലതുമില്ലേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്റെ ഇഷ്ടം. എന്താ അപ്പച്ച അവിടെ? അലക്സ് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാ മോളെ. അവൻ നേരെ അവിടെ മട്ടില്ല.
പിന്നെയും കുത്തിയോ അതോ ഒറ്റ കുത്തിന് ചത്തോ? അല്ലെങ്കിലും സ്ഥാനം നോക്കി കുത്തിയ ഒറ്റ കുത്ത് മതി. ഏതായാലും തീർന്നു കിട്ടി. ലുക്ക്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരണം. അലക്സേ, ദാ അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുത്തോ. അലക്സ്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ നിൽക്കാമോ? ഹലോ ഹലോ ഹലോ, KF Shah speaking. പേടിക്കണ്ടടോ, പ്രേതമല്ല സംസാരിക്കുന്നത്, ജീവനുള്ള ഷായാണ്. എന്നെ കൊല്ലാനൊന്നും നീ വളർന്നിട്ടില്ല കുഞ്ഞെ. ആദ്യം നീ എന്റെ ബിസിനസ് തകർക്കാൻ നോക്കി, പിന്നെ എന്നെ ഇവിടെ ഓടിക്കാൻ നോക്കി, ഇപ്പൊ കൊല്ലാനും. എന്തൊക്കെ ചെയ്താലും അവസാന നഷ്ടം നിനക്ക് തന്നെ. വാട്ട് എ പാരഡോക്സ്. ആട്ടെ, ഇപ്പൊ എത്ര ചെലവായി? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാതിരുന്നത്? സാറിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാനാ, 10-20 കൊല്ലായില്ലേ. ആരുമില്ലാതെ റോഡിൽ ബോധം കെട്ട് കിടന്നിരുന്ന ഒരു പയ്യനെ സാറെടുത്ത് അനാഥാലയത്തിലെത്തിച്ചു. അതെ, കമ്പനി സ്പോൺസർ ചെയ്യുന്ന അലക്സാണ്ടർ. പിന്നെ നീ എങ്ങനെ വീണ്ടും ഇങ്ങനെ ആയിന്നല്ലേ? വിധിയാണ് സാറേ. നീ മിസ്സായ കാര്യം അവരെന്നെ ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ ഓടിപ്പോന്നതാ. ലോകത്തോട് മുഴുവൻ പകയും വിദ്വേഷമായിരുന്നു മനസ്സിൽ. ബൈബിൾ കഥകളിലെ കുഞ്ഞാടുകളും അവയെ സ്നേഹിച്ച നല്ല ഇടയനും അതൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. സ്നേഹവും അനുകമ്പയും ഒക്കെ എന്നും എനിക്ക് അപരിചിതമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹമുള്ളൊരു വാക്ക് പറയുന്നത് സാറാ. സാറിന്റെ ജീവൻ രക്ഷിച്ചത് അതിനൊരു പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതി. ഞാൻ പോട്ടെ സാർ. നിൽക്കൂ. ഇനി നീ ആ തെരുവിലേക്ക് പോകണ്ട. നിനക്കറിയാമോ, സമാധാനത്തോടെ മരിച്ച ഒരു തെരുവുണ്ടയും ഈ ലോകത്ത് കാണില്ല. 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോൾ 1 ഗുണ്ട നിന്നെ ഒതുക്കാനേ പിറക്കും. 100 അടി നീ അടിക്കുമ്പോൾ 1 അടി നിനക്കായിട്ട് തിരിച്ചു വരും. എല്ലാ വിജയങ്ങളുടെയും തൊട്ടുപുറകിൽ പരാജയവും അപകടവും പതിയിരിപ്പുണ്ടാവും. തെരുവിലെ ആ ജീവിതം ഇനി നിനക്ക് വേണ്ട. നീ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ ആരാണെന്നും എന്റെ തൊഴിലെന്താണെന്നും ഞാൻ പറയാതെ നിനക്ക് മനസ്സിലായി കാണും. ഒരു കള്ളക്കടത്തുകാരന്റെ സഹായിയാവുക, ഒരു സ്മഗ്ലറാവുക, അതൊന്നും അത്ര വലിയ കാര്യമോ നല്ല കാര്യമോ അല്ല. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സ്ട്രീറ്റ് ഫൈറ്റ്സ്. എനിക്കറിയില്ല. നീ പറയില്ല അല്ലേ? മാഷേ, നീ ഇതിന് പകരം ചോദിക്കാനൊന്നും പോരുത്. ഓ, മാഷിന്റെ മരണം എന്നെപ്പോലെ ആനിയും അനാഥയായി ഈ വലിയ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി 2 പേർ. മാഷോടുള്ള കടപ്പാടിനെക്കാളേറെ ആനി എനിക്കിഷ്ടമായിരുന്നു. ആനിക്ക് തിരിച്ചു. നെയ്ത് കൂട്ടാൻ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ ഒരുമിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുമിച്ച് ജീവിക്കാൻ.
ഈസ് ഡേഞ്ചറസ്. ഇവരെ നീ Good morning, gentlemen. Good morning. Sorry to keep you waiting. It's all right. I'm Alexander. I'm Don. Hello. Sit down. താങ്ക് യു. This is your fishing trawler, sir. I will explain to you. Fully air conditioned. All the controls are computerized. എല്ലാ സൗകര്യമുള്ള 10 ക്യാബിനാ ഉള്ളത്. We can accommodate 20 crew at a time, Hmm. but only 5 are enough to run everything. This is the bottom section of freezing plant. The entire capacity is 60 tons. Hmm. This will help a full month's catchment at one stretch. അത് മാത്രമല്ല, കാച്ച്മെന്റ് ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സ്ക്രീനും ഉണ്ട്. Okay, anything more? With apologies, sir. It's about payment. Don't worry about the payment. You will be getting a foreign exchange of $250,000 before delivery. Thank you, sir. ഈ ട്രോളർ എന്നിവിടെ എത്തും? ഒരു മാസത്തിനകം. Okay, thank you, Mr. Don. Thank you. Thank you very much. Come on. IG ബാലകൃഷ്ണന്റെ മോണല്ലേ അത്? വേണമെങ്കിൽ നിന്റെ പെങ്ങളെന്ന് പറയാം. കൂടെയുള്ളതാരാ? അനിൽ, കൃഷ്ണദാസിന്റെ മകനാ. ഇതിനു മുമ്പും പല ഹോട്ടലുകളിലും റെസ്റ്റോറന്റിലും വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്.